ഞാൻ വൈകിട്ടായപ്പോഴേ ഈ പാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ട് വന്നതാണ്. ദേട്ടിങ് കൂടി വന്നു, അവനുള്ള കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട്. അരി എന്തിനായിരിക്കുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ദേ എൻ്റെ കോഴികളുണ്ട് കുറച്ചെണ്ണം, അവർക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആണ്. ആ കോഴികൾ അതുകൊണ്ട് ഓടി വരുന്നതെല്ലാം നമുക്ക് വൈകിട്ടായപ്പോൾ ഓടിയെത്തിയതാണ്. രാവിലെ വിട്ട് കഴിഞ്ഞാൽ എല്ലാം വൈകിട്ടേ വരുള്ളൂ. തൊടിയിലെല്ലാം മേഞ്ഞ് കഴിഞ്ഞിട്ട് വൈകിട്ട് 6 മണിയൊക്കെ ആകുമ്പോഴാണ് വീടെത്തുള്ളൂ. അതുവരെ തൊടിയിലൊക്കെ അങ്ങനെ നിന്നോളും. അവൻ അതിനെ തിന്നാനയക്കില്ല. അരിയൊക്കെ ഇട്ട് കൊടുത്ത് അവൻ അതിനെ ഓട്ടിച്ചുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ, അതിനെ തിന്നാനയക്കാതെ ഓട്ടിക്കുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ കോഴിയുടെ മുട്ടയൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഞാൻ ആ പാത്രത്തിൽ തന്നെ മുട്ട എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട എടുക്കാൻ പോയെടുക്കുകയാണ്. എത്ര മുട്ടയുണ്ട് ഇന്ന് നോക്കാം. ഇന്ന് മുട്ട എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അതെല്ലാം നാളെ രാവിലെ വിട്ടാക്കുമ്പോഴേക്കും എല്ലാം അതിനകത്ത് തന്നെ പൊട്ടിപ്പോവും. അതെല്ലാം കൊത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടും. അപ്പോൾ അതെല്ലാം പോവും, ചവിട്ടി പൊട്ടിക്കും. അപ്പം നമ്മൾക്കൊന്ന് മുട്ടയൊക്കെ എടുത്തിട്ട് എത്ര മുട്ടയുണ്ടെന്ന് നോക്കാം. വരൂ, ഞാൻ കാണിച്ചു തരാം എത്ര മുട്ടയുണ്ടെന്നുള്ള കാര്യം. ഇതേണ്ടോ, 6 മുട്ട കിട്ടും. 3 കോഴിയാണ് മുട്ട ഇടുന്നത്. അപ്പോൾ 2 ദിവസത്തെ മുട്ട 6 എണ്ണം. കണ്ടില്ലേ?